ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിന്നെ മാറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ മുൻപിൽ ഒരു റിവൈവൽ ഉണ്ട്. ഇല്ലേ? ഇല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അബ്രഹാമിനെ വേർതിരിച്ച് വിളിച്ചത് അതിന്റെ മുൻപിൽ ഒരു റിവൈവൽ കണ്ടിട്ടാണ്, അല്ലേ? ഹല്ലേലൂയ. പത്രോസിനെ വിളിച്ചത് ഹല്ലേലൂയ കർത്താവിന്റെ പിന്നാലെ വെറുതെ നടക്കാനല്ല. ആണോ? ആണോ? അല്ല. പത്രോസിനെ വിളിച്ചത് അവന്റെ മുൻപിൽ ദൈവം ഒരു റിവൈവൽ കണ്ടിട്ടാ. നമ്മളെ ഓരോരുത്തരെ ദൈവം വിളിച്ചത് ഒരു റിവൈവൽ കണ്ടിട്ടാ. നിന്റെ പരാതിപ്പെട്ടി കേൾക്കാനല്ല. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ തമാശ രൂപേണ ഒരു കാര്യം പറയാം. ഹല്ലേലൂയ, ആമേൻ. ശൗല് കർത്താവിനോട് ചോദിച്ചു, നീ ആരാകുന്നു കർത്താവ്? കർത്താവ് ചുമ്മാ തമാശയ്ക്ക് വചനം എഴുതിയിട്ടുണ്ട്, ഞാൻ എൻ്റെ രൂപത്തിൽ തമാശ പറയുക, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാനെന്ന്. ശരിയല്ലേ? എല്ലാവരും പോയി. ഹല്ലേലൂയ, ആമേൻ. നീ ഉപദ്രവിക്കുന്ന യേശു അല്ലേ ഞാൻ? ശരിയല്ലേ? പൗലോസ്, നിന്നെ ഞാൻ വിളിച്ചെന്തിനാ? റിവൈവൽ. നിന്നെ ഞാൻ വിളിക്കുന്നത് റിവൈവലിനാണ്. പക്ഷെ നീ എന്താ ചെയ്യുന്നത്? എന്നെ ഉപദ്രവിക്കുക. ഇതെൻ്റെ ചിന്തയാണ്, തമാശയാണ്. ഹല്ലേലൂയ, അല്ലേ? കർത്താവെ തലവേദന, കർത്താവെ ബാങ്ക്, യേശുപ്പ ഇന്ന് നാളെ രാവിലെ എന്തെങ്കിലും. ഹല്ലേലൂയ, ഹല്ലേലൂയ, അല്ലേ? ആണെന്നേ. നിങ്ങൾക്ക് കർത്താവിന് അങ്ങനെയുള്ളവരെ ഇഷ്ടം. നീതിമാന്മാരെ കർത്താവിന് വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നീതിമാന്മാരെ തേടിയാണോ വന്നേ? ആണോ? അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ശൗലിന് കർത്താവിനോട്, നീ ആരാകുന്നു കർത്താവേ? നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. അതെന്താ കർത്താവേ നീ അങ്ങനെ പറഞ്ഞ്? പിന്നെ ഞാൻ നിന്നിൽ കണ്ടിരിക്കുന്ന വെളിപ്പാട് എന്താണെന്ന് നോക്കാതെ നീ രാവിലെ എഴുന്നേറ്റിരുന്ന് മുട്ടിൽമേ പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ ബാങ്ക് ലോൺ പാസ്സാക്കണേ, എനിക്കൊരു വാഹനം വേണം, എനിക്കൊരു ഭവനം വേണം, എന്റെ മക്കള്. ഹല്ലേലൂയ. ഉപദ്രവമല്ലേ? ഉപദ്രവമല്ലേ? നിരന്തരം നമ്മൾ ഒരാളോട് കടം ചോദിക്കുക, നിരന്തരം ഒരാളോട് കടം ചോദിക്കുക. ആ വ്യക്തി പറയുക, എൻ്റെ ഇല്ല, എൻ്റെ ഇല്ല സഹോദര, എൻ്റെ ഇല്ല, ഇപ്പം ഒരു സാഹചര്യം മോശമാണ്. നിങ്ങൾ വീണ്ടും ചെന്ന് ചോദിക്കുക, വീണ്ടും ചെന്ന് ചോദിക്കുക, വീണ്ടും ചെന്ന് ചോദിക്കുക. എന്തായിരിക്കും പുള്ളിയുടെ അവസ്ഥ? ഉപദ്രവമല്ലേ? ഹല്ലേലൂയ, 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 ആമേൻ, ആമേൻ. നീ നിന്റെ പരാതിപ്പെട്ടി അടയ്ക്കുമ്പോൾ കർത്താവ് നിന്നെ ഉണർവിലേക്ക് നടത്തും. ഞാൻ ഏറ്റെടുക്കുക. പരാതിപ്പെട്ടി ഇല്ലാത്ത ആളൊന്നുമല്ല ഞാൻ. ഹല്ലേലൂയ. നിന്റെ പരാതിപ്പെട്ടി അടയ്ക്കുമ്പോൾ കർത്താവ് നിന്നെ ഉണർവിലേക്ക് നടത്തും. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മെസ്സേജ് അത്ര പോരാ ബ്രദറെ. കാര്യം വാതിലുകൾ തുറക്കുന്ന മെസ്സേജാണ്. നമ്മുടെ കുറവുകളായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. യേശു പത്രോസിനോട് പറഞ്ഞു, ഞാൻ ഇന്നതുപോലെ ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്, ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയൊക്കെ ഞാൻ ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പത്രോസിനോട് പറഞ്ഞു. പത്രോസ് പറഞ്ഞു, കൊള്ളാലോ കർത്താവേ, അതൊന്നും നടക്കത്തില്ല, ഞാൻ നോക്കിക്കോളാം. അങ്ങനെയൊന്നും നടക്കാൻ പറ്റത്തില്ല, അങ്ങ് എൻ്റെ അവിടെ തന്നെ വേണം, ഇല്ലേ? പത്രോസിനെ മാറ്റിയെടുത്ത് യേശു എന്താ പറഞ്ഞത്? ഓ നല്ലവനായ എൻ്റെ ശിഷ്യനെ, നിനക്കെങ്കിലും എൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടല്ലോടാ എന്നാണോ പറഞ്ഞേ? സാത്താന്റെ സന്തതിയെ മാറിക്കേ, അല്ലേ? സാത്താന്റെ സന്തതിയെ പോ സാത്താനെ എന്ന് വിളിച്ച്. പലരും ആ വിളി കേൾക്കാൻ റെഡി ആകരുതേ. നിങ്ങൾ വെറുതെ വന്ന് സൗഖ്യം പ്രാപിച്ചു പോകുന്നവരാകരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നു പോകുന്നവരാകരുത്.
ഹല്ലേലൂയ, മാളിക മുറിയിൽ വെളിപ്പെട്ടൊരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്. ആമേൻ, ആമേൻ. 130 പേർ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് സ്നാനമേറ്റവരുണ്ട്. ആ അഭിഷേകത്തോടെ വേണം മടങ്ങിപ്പോകാൻ. ഹല്ലേലൂയ. നാളെ നിങ്ങളടുത്ത് ഒരാൾ ചോദിക്കുമ്പോൾ, സിസ്റ്ററെ, ബ്രദറെ, ആ ചർച്ചിൽ പോയിട്ട് എന്താണ് അനുഭവം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ രോഗം മാറിയെന്നല്ല പറയാൻ. ഹല്ലേലൂയ. ദൈവം എനിക്കൊരു ഭവനം തന്നു എന്നല്ല പറയാൻ. എന്നിലൂടെ ഒരു റിവൈവൽ സംഭവിക്കാൻ പോവുകയാന്ന് പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളെ 101,001 സഭകൾ ന്യൂ ഡോർ ടു ക്രൈസ്റ്റിൽ ആരംഭിക്കുവാനിരിക്കുമ്പോ അതിലെ അഭിഷിക്തന്മാരും അഭിഷേകത്തിമാരും ആകണം നിങ്ങൾ. ഇതിനൊക്കെ ആരെവിടെ പോകും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഒരു ശിഖരത്തിൽ മാത്രം വളർന്നു വരുന്നൊരു സാധനമല്ല മരം. ആണോ? ആണോ? ഹല്ലേലൂയ. മരം എന്ന് പറഞ്ഞാൽ അത് ആരംഭിക്കുമ്പോൾ തൈയായിരിക്കും. ഹല്ലേലൂയ, തൈയായിരിക്കും. അതിൽ ആദ്യം വളർന്നു വരുന്നത് ചില ഇലകളും ചില ചെറിയ ചെറിയ, അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഡോർ ടു ക്രൈസ്റ്റ് തുടങ്ങിയപ്പോ ഒരു വിത്തായിട്ടാ തുടങ്ങിയത്. ആമേൻ, ഹല്ലേലൂയ. അതിന്ന് വളർന്നൊരു തൈയായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്ന് വളർന്നൊരു തൈയായിരിക്കുന്നു. ആമേൻ. അതിന് ശിഖരങ്ങൾ മുളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇല്ലേ? ഹല്ലേലൂയ. ഡോർ ടു ക്രൈസ്റ്റ് ഒരു വിത്തായിരുന്നു. ആമേൻ. അതിൽ 7 പേര് അതിൻ്റെ മുളപ്പായിരുന്നു. മീൻസ് വളർന്നു വരുന്ന അതിൽ എതളുകൾ വന്നത് നിങ്ങൾ ഈ സഭയോട് ചേർന്നപ്പോഴാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ആദ്യം വളരുന്ന ഇതളുകളാണ് പിന്നീട് ആ മരത്തിൻ്റെ ശിഖരമായി മാറുന്നത്. അതോ അവസാനം വന്നതാണോ? പറ. ദൈവം നിങ്ങളെ ഓർമ്മപ്പെടുത്തുക ഈ സഭയോടുള്ള ഉത്തരവാദിത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ദൈവം നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. ഹല്ലേലൂയ. ഈ സഭയോടുള്ള നിങ്ങളെ കമ്മിറ്റ്മെന്റ്. ഹല്ലേലൂയ. ആ ശിഖരത്തിൽ നിന്ന്, ആ തൈയിൽ നിന്ന് വളർന്നു വന്ന ശിഖരങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളെ ആ ശിഖരത്തിൽ നിന്ന് അനേക കൊമ്പുകൾ വളർന്നു വരുവാനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ കർത്താവ് മുന്തിരിവള്ളിയോട് ഉപമിക്കുന്നുണ്ട്. ആമേൻ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്നിൽ കായ്ക്കുന്ന കൊമ്പുകൾ. ഓ, ഹല്ലേലൂയ. ഇതൊരു ഡിക്ലറേഷനാണ്. ഇതൊരു ദൂതാ. ആമേൻ. ദൈവം തരുന്നൊരു ദൂതാ. ഈ നാളുകളിൽ നിങ്ങൾ തഴിച്ചു വളരുന്ന മുന്തിരിവള്ളികളാ. ഹല്ലേലൂയ. ഡോർ ടു ക്രൈസ്റ്റിന്റെ ശിഖരങ്ങളാ. ഹല്ലേലൂയ. അനേകർക്ക് അനുഗ്രഹം പകരേണ്ട വ്യക്തികളാ. അല്ലെങ്കിൽ സിസ്റ്ററെ, ബ്രദറെ, നിങ്ങളെ ആദ്യം ഇവിടെ കൊണ്ടുവരത്തില്ല. നിങ്ങളെ കൊണ്ടുവരത്തില്ല. കൊണ്ടുവരൂ? ഇല്ല. ദൈവത്തിന് നിങ്ങളെ മേലൊരു പദ്ധതിയുണ്ട്. ആമേൻ. ഞാൻ തുടങ്ങിയൊരു സഭയുടെ മേൽ ഇന്ന വ്യക്തികൾ, ഇന്ന ആൾക്കാർ വേണമെന്ന്, ഇവരെ കൊണ്ട് എനിക്ക് ഈ സഭയെ പണിയണമെന്ന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇല്ലേ? ഇത് മാനുഷികമായി ഞാൻ പറയുക അല്ലേ? ദൈവം തെരഞ്ഞെടുത്തിട്ടല്ലാതെ ഒരു മനുഷ്യനും അവന്റെ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും പ്രഷ്യസാ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂട്ടങ്ങളുടെ ഇടയ്ക്ക് ചെന്ന് കയറുന്നവർ, ഹല്ലേലൂയ, അവരുടെ വിടുതലിനും, ഹല്ലേലൂയ, അവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ചെന്ന് ചേരുന്ന കൂട്ടത്തിന്റെ ഇടയ്ക്ക്, അല്ലേ? എന്നാൽ ഏകാന്തതപ്പെട്ടിരിക്കുന്നവന്റെ ഇടയ്ക്ക് ചെന്ന് കയറുന്നവനാ അവനൊരാശ്വാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ആരും നിരാശപ്പെടരുത്. നിങ്ങൾ നാളത്തെ ദൈവത്തിൻ്റെ പ്രഷ്യസാണ്. ഹല്ലേലൂയ. നിങ്ങൾ മുഖാന്തരം
അനേകർ രക്ഷയുടെ മാർഗത്തിലേക്ക് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഒരു ഉദാഹരണം കൂടെ പറയാം. കർത്താവായ യേശു ക്രിസ്തു കടൽ തീരത്തൂടെ നടന്നുപോയി. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു കടൽ തീരത്തൂടെ നടന്നുപോയി. അവൻ ആവശ്യമുള്ളവരെ അവൻ തിരഞ്ഞെടുത്തു. 12 പേരെ അവൻ തിരഞ്ഞെടുത്തു, ഇല്ലേ? അവർ പ്രഷ്യസ് അല്ലേ? യേശുവിന് ഒരുപാട് പേരെ തിരഞ്ഞെടുക്കായിരുന്നു. യേശു ഒരു പ്രസംഗം അവിടെ നിന്ന് പ്രസംഗിച്ചാൽ മതി, കൂട്ടം കൂടും അവിടെ, ഇല്ലേ? എന്നാൽ അവൻ പ്രഷ്യസ് ആയതിനെ തിരഞ്ഞെടുത്തു. എന്തിനാ? അവരിലൂടെ മാത്രമേ ദൈവരാജ്യം പണിയുവാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾ എത്രമാത്രം പ്രഷ്യസ് ആണെന്ന് ദൈവം നിങ്ങളെ മനസ്സിലാക്കി തരുക. മത്തായി എഴുതിയ സുവിശേഷം, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളങ്ങളെ തിരയും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറയുക, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളങ്ങളെ തിരയുന്നു. അടയാളങ്ങൾ മീൻസ് എന്താ? അത്ഭുതം, വിടുതൽ, അല്ലേ? അതല്ലേ അടയാളം, അല്ലേ? അവർ തിരയുന്നത് എന്താ? വിടുതല. തെറ്റല്ല, ഞാൻ പറഞ്ഞതാ. വചനം എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞതാ. ഹല്ലേലൂയ. സിസ്റ്റർ, എന്ന 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യേശു ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട്, ഞങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യിരെമ്യാ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. യേശു ശിഷ്യന്മാരോട് ചോദിക്കുക, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? നിങ്ങൾ യേശു ആർ എന്ന് പറയുന്നു? ആമേൻ. യേശു ചോദിച്ചത് ഇങ്ങനെയാ പത്രോസിനോട്, അല്ലെ ശിഷ്യന്മാരോട്, ഞാൻ ആരെന്ന് നിങ്ങൾ പറയുന്നു? ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിന് ഉറപ്പുണ്ടായിരുന്നു. കാര്യം വായിക്കല്ലേ സിസ്റ്ററെ, അന്ന് ഈ വചനം എഴുതിയിട്ടില്ല. ആമേൻ, ആമേൻ. എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടോ? അതിനെങ്കിലും ഉത്തരം പറ. എഴുതിയിട്ടുണ്ടോ? ഇല്ല, ഇല്ല. സിസ്റ്റർ ഉത്തരം പറഞ്ഞു, അത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. പത്രോസിന്റെ ഉള്ളിലുള്ള ഒരു വെളിപ്പാട്, അവൻ അതിൽ ഉത്തരം പറഞ്ഞു. വായിച്ചു സിസ്റ്ററെ. ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിന് അറിയാം, മറ്റുള്ളവരെക്കാളും കൂടുതൽ പത്രോസിന് അറിയാം. അവൻ എഴുതി വെച്ച് വായിച്ചതല്ല, അവന്റെ ഉള്ളിൽ അവൻ ഗ്രഹിച്ചിരുന്നത്, അവൻ കർത്താവിനെ കണ്ടിരുന്നതാണ്. അവൻ പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ആ കാഴ്ചപ്പാട് നമ്മളെ ഉള്ളിൽ നിന്ന് വരണം. മനസ്സിലായോ? മനസ്സിലായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉള്ളിൽ നിന്ന് വരണം. ഇത് പത്രോസ് പറയുന്നതിന് മുമ്പേ നമുക്കറിയാം. ബൈബിൾ വായിക്കുന്നവർക്ക് എല്ലാം അറിയാം, സ്വർഗത്തിൽ നിന്നാണ്, പരിശുദ്ധാത്മാവിലാണ് കർത്താവ് അറിയൽ ഉത്ഭവിച്ചതും ഈ ലോകത്തിൽ വന്നു, അല്ലേ? അല്ലേ? പക്ഷെ പത്രോസിന് ഇത് അറിയത്തില്ല. ഹല്ലേലൂയ. അവന്റെ വെളിപ്പാടാണ്. അവൻ ക്രിസ്തുവിൽ, അവനെ നോക്കി, അവന്റെ ഉള്ളിലുള്ള ക്രിസ്തുവിനോടുള്ള ക്രിസ്തുവിനോടുള്ള ഒരു അടുപ്പമാണ് അവൻ പറഞ്ഞത്. അവന്റെ ഉള്ളിൽ ക്രിസ്തുവിന് എന്തുമാത്രം വിലയുണ്ട്, അല്ലെങ്കിൽ സ്ഥാനമുണ്ടെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. പത്രോസ് എന്നാ പറഞ്ഞു? ഇന്ന് എത്ര പേർ വിശ്വസിക്കും? അവൻ ജീവനുള്ള ദൈവത്തിന്റെ
അതിൻ്റെ താഴോട്ട് വായിച്ചു സിസ്റ്ററെ, ശ്രദ്ധിച്ച് കേൾക്കണേ, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. യേശു അവനോട്, ബർയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തി. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശീമോനെ, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് ജഡരക്തങ്ങളല്ല. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ജഡരക്തങ്ങളല്ല നിന്നോട് ഇത് വെളിപ്പെടുത്തിയത്. നിന്നോട് വെളിപ്പെടുത്തിയത് ആരാ? സ്വർഗസ്ഥനായ എന്റെ പിതാവാ. ആമേൻ, നിന്റെ ഉള്ളിൽ അത് വെളിപ്പെടുത്തിയത് എന്തിനാ? ഞാൻ നിന്നിൽ പുതിയൊരു ഉണർവ് കാണുന്നത് കൊണ്ടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ജഡരക്തങ്ങൾ അല്ല നിന്റെ ഉള്ളിൽ വെളിപ്പെടുത്തേണ്ടത്. പിതാവായ ദൈവം നിന്റെ ഉള്ളിൽ സംസാരിക്കണം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. വചനം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വാക്കുകളാ. പത്രോസേ, നിന്റെ ഉള്ളിൽ ആരും പറഞ്ഞു തന്നതല്ല. ഹല്ലേലൂയ, പിതാവായ ദൈവം നിനക്കിത് വെളിപ്പെടുത്തിയെന്നാ ക്രിസ്തു പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസേ, നിന്റെ ഉള്ളിൽ ഇത് വെളിപ്പെടുത്തിയത് ആരാ? പിതാവാ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. സിസ്റ്റർ അതിന്റെ താഴോട്ടൊന്ന് വായിച്ചു സിസ്റ്റർ, പെട്ടെന്ന് വായിച്ചു, സമയം പോയി, പെട്ടെന്ന് വായിച്ചേ. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ആമേൻ, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടവരുണ്ടോ? ആമേൻ, ആമേൻ. പത്രോസിനോട് കർത്താവ് പറയുക, നീ പത്രോസ് ആകുന്നു. ആരോടാ പറയുന്നേ? ജഡരക്തങ്ങൾ വെളിപ്പെടുത്തിയവനോടല്ല പറഞ്ഞേ, സ്വർഗം സംസാരിച്ചവനോടാ കർത്താവ് പറയുന്നേ, നീ പത്രോസ് ആകുന്നു. ഹല്ലേലൂയ, നീ പത്രോസ് ആകുന്നു. പത്രോസ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജഡരക്തങ്ങൾ വെളിപ്പെടുത്തവന്റെ മുൻപിൽ അല്ല സഭ പണിയുന്നത്, കർത്താവ് വിളിച്ചവന്റെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് സഭ വേണ്ട ബ്രദറെ, ഒരു വീട് മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹക്കായി എഴുതിയതിൽ ഒരു വാക്യമുണ്ട്. ആമേൻ, ഹക്കായി എഴുതിയത്. ആമേൻ, തട്ടിട്ട വീടുകളിൽ പാർക്കുന്നു. നിങ്ങളുടെ ദേവാലയം എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾ നോക്കുക. തട്ടിട്ട വീടുകളിൽ പാർക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ദേവാലയങ്ങൾ, അത് ഞാൻ പിന്നെ ഒരു ദിവസം കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ നിങ്ങളോട് ദൈവവചനമായി സംസാരിക്കും. ആമേൻ. നിന്റെ ആലയം ശൂന്യമായി ഇരിക്കുവാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആലയത്തിന്റെ മേലാ ബ്ലെസ്സിങ്. ഹല്ലേലൂയ. കൂടാരത്തിന്റെ മേലാ ബ്ലെസ്സിങ്. ഹല്ലേലൂയ, കൂടാരത്തിന്റെ മേലാ ബ്ലെസ്സിങ്. ശലോമോൻ ഹല്ലേലൂയ ആലയം പണിയുമ്പോ ഹല്ലേലൂയ അവരെല്ലാം അവിടെ വന്ന് കൂടി. അവരാരുടെയും ഭവനത്തിലല്ല മേഘം ഇറങ്ങിയത്. കൂടാരത്തിന്റെ സഭ, പള്ളിയുടെ അല്ലെങ്കിൽ ആലയത്തിന്റെ മേല മേഘം ഇറങ്ങി, ദൈവ സാന്നിധ്യം ഇറങ്ങി. ആലയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ, ആലയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇസ്രായേൽ മക്കൾ സഞ്ചരിക്കുന്നിടത്തൊക്കെയും അവർ ദൈവത്തിന്റെ പെട്ടകം ചുമന്നുകൊണ്ട് നടന്നു. അവർ കൂടാരം അടിക്കുന്നതിന്റെ നടുക്കെല്ലാം അവർക്കൊരാലയം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ആലയത്തിന് പ്രാധാന്യമുണ്ട്. ആലയത്തിൽ കൂടി മാത്രമേ നിനക്ക് വിടുതൽ ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാ കർത്താവ് യേശുക്രിസ്തു പത്രോസിനോട് പറഞ്ഞത്, പത്രോസേ നീ പാറയാകുന്നു, നീ പാറയാകുന്നു. ഈ പാറമേൽ എന്തു പണിയുമെന്നാ പറഞ്ഞേ? സഭയെ പണിയും. ഹല്ലേലൂയ, ഞാൻ സഭയെയാണ് പണിയാൻ പോകുന്നത്. ഹല്ലേലൂയ, ഞാൻ സഭയെയാണ് പണിയാൻ പോകുന്നത്. ഇന്ന് പകൽക്കാല കർത്താവായ യേശുക്രിസ്തു നിങ്ങളോട് ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഞാൻ നിങ്ങളിലൂടെ സഭയെയാണ് പണിയാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആമേൻ. ജഡരത്നങ്ങൾ വെളിപ്പെടുത്തുന്ന വെളിപ്പാടല്ല ഇത്. ആമേൻ. സ്വർഗീയ പിതാവ് നൽകുന്ന വെളിപ്പാടിന്റെ മേൽ നിൽക്കുന്നവന്റെ മേൽ വരുന്ന ഒരു അഭിഷേകമായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. താഴോട്ട് വായിച്ചു സിസ്റ്ററെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ആമേൻ. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗ്ഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസേ, ഞാൻ നിന്റെ മേലൊരു സഭയെ പണിയുന്നതോടൊപ്പം ഞാൻ നിനക്കൊരു താക്കോലും കൂടെ കൈമാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിനക്കൊരു താക്കോൽ കൈമാറും. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിനക്കൊരു താക്കോല് കൂടെ കൈമാറുകയാ. എന്തിനാണെന്നറിയോ? സഭയെ ഓപ്പറേറ്റ് ചെയ്യാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയെ ഓപ്പറേറ്റ് ചെയ്യാൻ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അതെന്തിന്റെ താക്കോലാ സിസ്റ്ററെ? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. വെളിപാടുള്ളവർ ഗ്രഹിച്ചോണം. ഹല്ലേലൂയ. എന്തിന്റെ താക്കോലാ? സ്വർഗരാജ്യത്തിന്റെ താക്കോലാ. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിന്റെ താക്കോലാ. ഹല്ലേലൂയ. നീ സ്വർഗരാജ്യത്തിന്റെ താക്കോലിനായി അവകാശം. സഭ പണിയുന്നവന്റെ മേലെ അധികാരം. ഏറ്റെടുക്കുന്നവർ മാത്രം ഏറ്റെടുത്തോ. ഹല്ലേലൂയ. സഭ പണിയുന്നവരുടെ മേലെ അധികാരം. സ്വർഗത്തിന്റെ താക്കോൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ചില താക്കോലിന്റെ കൈമാറ്റം ഇന്ന് കർത്താവ് നടത്തും. ഹല്ലേലൂയ. റിവൈവലിന്റെ താക്കോലുകൾ ഇന്ന് കർത്താവ് പകരും. ആമേൻ. ഹല്ലേലൂയ. ബാക്കി വായിച്ച സിസ്റ്ററെ. പിന്നെ താൻ ക്രിസ്തുവാകുന്നു എന്ന മുൻപിലത്തെ മുമ്പോട്ടുള്ള വായിച്ച മുമ്പോട്ട് ആദ്യത്തെ വായിച്ച. സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ആമേൻ. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗ്ഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. എത്ര പേർ കേട്ടു? നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ മുൻപിൽ പരാതിപ്പെട്ടിയല്ല, നീ കെട്ടാൻ ആരംഭിക്കണം. സന്തോഷം പോരാ, സന്തോഷം പോരാ. ഹല്ലേലൂയ. കർത്താവ് പത്രോസിനോട് പറയുന്നേ, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെടും. ഹല്ലേലൂയ. ഇന്ന് ചിലതിനെയൊക്കെ പിടിച്ച് കെട്ടണം. ഹല്ലേലൂയ. ഇന്ന് ചിലതിനെയൊക്കെ പിടിച്ച് കെട്ടണം. ഹല്ലേലൂയ. ഒരു റിവൈവലിന്റെ ആരംഭമാ. ഹല്ലേലൂയ. ചിലതിനെയൊക്കെ ഇന്ന് നീ കെട്ടുമ്പോ അത് സ്വർഗത്തിൽ കെട്ടപ്പെടും. ഒരു പൈശാചിന്റെ ശക്തിക്കും അത് പിന്നെ അഴിക്കാൻ കഴിയത്തില്ല. കാര്യം താക്കോല് നിന്റെ കയ്യിലാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കെട്ടാൻ തയ്യാറാണോ ഇന്ന്? ഇത് എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്ക് അറിയത്തില്ല. നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ ഞാൻ ഇന്ന് പറയുന്നത്, നിന്റെ മേലിൽ കിടക്കുന്ന അധികാരത്തെ ഞാൻ ഇന്ന് പറയുന്നേ. ആമേൻ. കാര്യം താക്കോല് നിന്റെ കയ്യിലാ. നീ വേണം അതിനെ അടയ്ക്കുവാനും തുറക്കുവാനും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇന്നൊരു സ്പെഷ്യൽ സൺഡേ അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഒരു പുതിയ വീടിന്റെ പാല് കാച്ച്. എല്ലാവരും ഒന്ന് 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 മനസ്സിൽ കണ്ടേ, എല്ലാവരും ഒന്ന് കണ്ടേ. ഒരു നിങ്ങളുടെ വീടിന്റെ പുതിയ വീടിന്റെ പാല് കാച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ഹൃദയത്തെ കണ്ടേ. നല്ലൊരു ഭവനം എല്ലാവരും ഒന്ന് കണ്ടേ. ആമേൻ. റിവൈവൽ ആരംഭിക്കാൻ പോവാ.
ഹല്ലേലൂയ. റിവൈവൽ ആരംഭിക്കാൻ പോവാ. ഹല്ലേലൂയ. എല്ലാരും ഒന്ന് കണ്ടേ. എല്ലാരും ഒന്ന് കണ്ടേ. ഞാനും കാണുക. എൻ്റെ ഹൃദയത്തിൽ ഞാനൊരു ഭവനത്തെ കാണുക. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ആ ഭവനത്തിനകത്ത് കയറണമെങ്കിൽ ഒരു താക്കോല് വേണം. ഹല്ലേലൂയ. ആ ഭവനത്തിനകത്ത് കയറണമെങ്കിൽ ഒരു താക്കോല് വേണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നിന്റെ ഭവനത്തിലെ അഴകുള്ള അല്ലെങ്കിൽ ആ ഭംഗിയുള്ള, ആരും കണ്ടു തുറക്കരുത്. നിങ്ങൾ ആ ഭവനത്തെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കണം. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹത്തിനൊത്തവണ്ണം നിങ്ങൾ ആ ഭവനം കണ്ടുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിൽ ഒരു താക്കോലുണ്ട്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ താക്കോല് കൊണ്ട് ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ആ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ പോവുക. ഇന്ന് പകൽക്കാലം സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭവനം പണിതിട്ട്, ഹല്ലേലൂയ, പുതുജീവൻ പ്രാപിച്ചിട്ട് അതിന്റെ താക്കോലും കൊണ്ട് അതിന്റെ ചുറ്റും നടക്കാനല്ല കർത്താവ് പറയുന്നേ. ഇന്ന് അതിനെ തുറന്ന് അതിന്റെ അകത്തേക്ക് പ്രവേശിക്കുവാൻ, ഇന്ന് ആ ഭവനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ ആ താക്കോൽ ഇന്ന് കർത്താവ് നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുക. ജഡരക്തങ്ങളല്ല ഇന്ന് നിങ്ങളോട് ഇത് വെളിപ്പെടുത്തുന്നത്. പിതാവായ ദൈവമത്രേ. റിവൈവലിന്റെ സ്റ്റാർട്ടിങ്. ഹല്ലേലൂയ. പുതിയൊരു ആരംഭം. ഇന്ന് ചില താക്കോലുകൾ കർത്താവ് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുക. നിങ്ങളിൻ്റെ പുതിയ ഭവനത്തിൻ്റെ, പുതിയ അഭിഷേകത്തിന്റെ മുൻപിൽ കിടന്ന് കറങ്ങാനല്ല, കിടന്ന് ചുറ്റാനല്ല. ഇന്ന് പകൽക്കാലം കർത്താവ് വിളിച്ചു പറയുന്നു, നീ കെട്ടുന്നതൊക്കെയും സ്വർഗത്ത് കെട്ടപ്പെടും, നീ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തും അഴിക്കപ്പെടും. ഇന്ന് പകൽക്കാലം നിന്റെ ഭൂമിയിലെ കഷ്ടതകളെ നീ കെട്ടണം, നിന്റെ രോഗത്തിന്റെ അവസ്ഥയെ നീ കെട്ടണം, നിന്റെ സാമ്പത്തിക ഞെരുക്കത്തിനെ നീ കെട്ടണം. അത് സ്വർഗം ഇന്ന് കെട്ടും. പുതിയൊരു തലത്തിലേക്കുള്ള അഭിഷേകത്തെ നീ ഇന്ന് ഓപ്പൺ ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. എത്ര പേർ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ മേലൊരു പുതിയ അഭിഷേകത്തെ പകർന്നു? ആമേൻ. ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുക. ഹല്ലേലൂയ. സഹോദരൻ ബ്രദർ പറഞ്ഞതുപോലെ മുൻപേ വന്നൊരു ദൈവദാസൻ ഞങ്ങളോട് പറഞ്ഞു, ട്രിവാൻഡ്രത്തിന്റെ താക്കോൽ ഞാൻ നിങ്ങളുടെ കയ്യിൽ തരുക. ആമേൻ. ട്രിവാൻഡ്രത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ ഞാൻ തരുക. ഹല്ലേലൂയ. അത് പറഞ്ഞത് കേരളത്തിൽ വെച്ചല്ല. കേരളത്തിൽ വെച്ചല്ല ദൈവദാസൻ പറഞ്ഞത്. ട്രിവാൻഡ്രത്തിന്റെ താക്കോൽ ഞാൻ നിങ്ങളുടെ കയ്യിൽ തരുന്നു എന്ന്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഞങ്ങൾ അത് ഏറ്റെടുത്തു. പട്ടണത്തിന്റെ താക്കോൽ കർത്താവ് കരങ്ങളിൽ തന്നു. ഓപ്പൺ ചെയ്താൽ മതി. ഹല്ലേലൂയ. അങ്ങനെ ഓപ്പൺ ചെയ്തൊരു സഭയാ ഡോർ ടു ക്രൈസ്റ്റ്. കൈമാറ്റത്തിന്റെ താക്കോൽ മുഖാന്തരം ഓപ്പണായ ഒരു സഭയാ ഡോർ ടു ക്രൈസ്റ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡോർ ടു ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു വാതിലുണ്ട്. ആ വാതിൽ തുറക്കണമെങ്കിൽ ഒരു കീ വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡോർ ടു ക്രൈസ്റ്റ് എന്ന് പറയുമ്പോഴേ അതിനൊരു വാതിലുണ്ട്. ആമേൻ. ആ വാതിൽ തുറക്കണമെങ്കിൽ ഒരു കീ വേണം. ആമേൻ. ആ കീ ആ കർത്താവ് നിന്റെയും എന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ താക്കോൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നു മുതൽ കൈകളിൽ നോക്കി പറയണം, അഭിഷേകത്തോടെ പറയണം, സ്വർഗത്തിന്റെ താക്കോൽ എൻ്റെ കയ്യിലാ, അധികാരത്തിന്റെ താക്കോൽ എൻ്റെ കയ്യിലാ. ആമേൻ, ആമേൻ. ഞാൻ കെട്ടുന്നതൊക്കെയും സ്വർഗത്ത് കെട്ടപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പേർ വിളിച്ച് പറയുന്നില്ല, എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ആമേൻ.
നിങ്ങളുടെ പ്രതികൂലങ്ങളെ നോക്കി നിങ്ങൾ പറയണം, ഞാൻ കെട്ടുന്നതൊക്കെയും ഇന്ന് സ്വർഗത്ത് കെട്ടപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഇന്ന് കെട്ടാൻ തയ്യാറാണെങ്കിൽ സ്വർഗം അത് കെട്ടാൻ തയ്യാറാ. നീ ഇന്ന് അത് അഴിക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗം അത് അഴിക്കാൻ തയ്യാറാ. കാര്യം താക്കോല് നിന്റെ കയ്യിലാ. വാതിലിന്റെ താക്കോൽ നിന്റെ കയ്യിലാ. അവൻ പത്രോസേ, ഡോർ ടു ക്രൈസ്റ്റിന്റെ താക്കോൽ നിന്റെ കയ്യിലാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. താക്കോലുള്ളവനെ അകത്ത് പ്രവേശിക്കാൻ അധികാരമുള്ളൂ. ഹല്ലേലൂയ. താക്കോലുള്ളവനെ തുറക്കാൻ അവകാശമുള്ളൂ. താക്കോലുള്ളവനെ അതിനകത്തേക്ക് പ്രവേശിക്കുവാനുള്ള അനുവാദമുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. പ്രതികൂലങ്ങളെ നോക്കി ഞാൻ വീണ്ടും പറയുന്നു, പ്രതികൂലങ്ങളെ, പ്രയാസങ്ങളെ, രോഗങ്ങളെ നിങ്ങൾ കെട്ടണം. കാര്യം സൗഖ്യത്തിന്റെ താക്കോൽ നിന്റെ കയ്യിലാ. അനുഗ്രഹത്തിന്റെ താക്കോൽ നിന്റെ കയ്യിലാ. വിടുതലിന്റെ താക്കോൽ നിന്റെ കയ്യിലാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ബ്രദറെ, സിസ്റ്ററെ, നിങ്ങളുടെ മകന്റെ തലയിൽ കൈവച്ചു പറയണം, നിന്റെ രോഗത്തിന്റെ മേലുള്ള എല്ലാ അധികാരത്തെ ഞാനിന്ന് കിട്ടുന്നു. കാര്യം സൗഖ്യത്തിന്റെ താക്കോൽ എന്റെ കയ്യിലാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. റിവൈവൽ സ്റ്റാർട്ടിംഗ് വിത്ത് ആൻ പ്രഷ്യസ് കീ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിടുതൽ ഇന്ന് ആരംഭിക്കുന്നത് ഒരു താക്കോലിലൂടെയാണ്. ഏറ്റെടുക്കുന്നോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓപ്പൺ ചെയ്യാൻ കർത്താവ് പറയുന്നു, ഓപ്പൺ ചെയ്യാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ അതിന് റെഡിയാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. തളിർത്ത് വളർന്നു വരുന്ന ഒരു തൈയുടെ ശിഖരമാ നിങ്ങൾ. ഹല്ലേലൂയ. അനേകർക്ക് തണല് പകരേണ്ട ഒരു ശിഖരമാ നിങ്ങൾ. ഹല്ലേലൂയ. അനേകർക്ക് ആശ്രയമാകേണ്ട തണലാ നിങ്ങൾ. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ഹല്ലേലൂയ കർത്താവ് ഇന്ന് പകൽക്കാലം ഒരു കീയുടെ അനോയിന്റിംഗ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നീ നിന്നതല്ല, ഞാൻ നിന്നെ നിർത്തിയതാ. നീ മേടിച്ചതല്ല, ഇന്ന് പകൽക്കാലം ഞാൻ നിന്റെ മേൽ തന്നതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാനത് ഏറ്റെടുക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രസംഗത്തിന് വലിയ ഗാംഭീര്യം ഇല്ലെങ്കിലും അതിൻ്റെ അകത്തുള്ള വെളിപ്പാടുകൾ ഞാൻ ഏറ്റെടുക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് മുതൽ ഈ പട്ടണത്തിന്റെ താക്കോൽ എന്റെയിലാ. ആമേൻ. ഒരു അഭിഷേകം എൻ്റെ മേൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. അതിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള താക്കോൽ ഇന്ന് കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുക. ഇന്നൊരു സ്പെഷ്യൽ സൺഡേയാ. ഇന്നൊരു സ്പെഷ്യൽ സൺഡേയാ. ഹല്ലേലൂയ. വിളിച്ചവർ അനേകർ, വന്നവരോ ചുരുക്കം. പുതുവസ്ത്രം ധരിപ്പിക്കും കർത്താവ്. പുതുവസ്ത്രം ധരിപ്പിക്കും.